ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഫുട്ബോൾ ലോകകപ്പിനാണ് ഇത്തവണ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മെക്സിക്കോ, കാനഡ, അമേരിക്ക എന്നിങ്ങനെ 3 ആതിഥേയ രാജ്യങ്ങൾ, 48 ടീമുകൾ, 12 ഗ്രൂപ്പുകൾ. 1930 ലോകകപ്പ് ആരംഭിച്ചതു മുതലുള്ള ചരിത്രത്തിൽ ടീമുകളുടെ എണ്ണം കൊണ്ടും മത്സരങ്ങളുടെ എണ്ണം കൊണ്ടുമെല്ലാം ദൈർഘ്യമേറിയ ടൂർണമെൻ്റാവും ഇത്. ലോകകപ്പിലെ ആകെയുള്ള മത്സരങ്ങളുടെ എണ്ണം 64 നിന്ന് 104 ഉയർന്നിരിക്കുകയാണ്. ജൂൺ 11 ആരംഭിക്കുന്ന ലോകകപ്പ് ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കും. ടീമുകളുടെ എണ്ണം കൂടിയതിനൊപ്പം ഫോർമാറ്റിലും നിയമങ്ങളിലുമെല്ലാം ഫിഫ ഇത്തവണ പുതിയ ചില മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 48 ടീമുകൾ തമ്മിലുള്ള ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾക്ക് ശേഷം റൗണ്ട് ഓഫ് 32 ആണ് അടുത്ത ഘട്ടം. അതായത് ഓരോ ഗ്രൂപ്പിലും 1ഉം 2ഉം സ്ഥാനത്തെത്തിയ ടീമുകളും 8 മൂന്നാം സ്ഥാനക്കാരും മുന്നോട്ട്. അതിനാൽ ഈ ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഷോക്കിംഗ് പുറത്താവലുകൾ കുറയും. ഒട്ടുമിക്ക വമ്പൻ ടീമുകളും റൗണ്ട് ഓഫ് 32ലേക്ക് കടക്കാനാണ് സാധ്യത. മരണ ഗ്രൂപ്പ് എന്ന കടുപ്പമേറിയ ഗ്രൂപ്പിനൊന്നും വലിയ പ്രസക്തി ഉണ്ടാവില്ല. എങ്കിലും അട്ടിമറികളുണ്ടാവാം, അതിജീവനങ്ങളുണ്ടാവാം. കഴിഞ്ഞ ലോകകപ്പിൽ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോട് തോറ്റ ശേഷമാണ് ലയണൽ മെസ്സിയുടെ അർജന്റീന കിരീടം ഉയർത്തിയതെന്ന് ഓർക്കണം. ജൂൺ 11 മെക്സിക്കോ സിറ്റിയിൽ ആതിഥേയരായ മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് 2026 ലോകകപ്പിലെ ആദ്യ മത്സരം. ഇന്ത്യൻ സമയം പ്രകാരം ജൂലൈ 20 പുലർച്ചെ 12:30 ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ കിരീട ജേതാക്കളെ അറിയാം. 2022 ഖത്തറിൽ നടന്ന ലോകകപ്പിൽ ഫ്രാൻസിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോൽപ്പിച്ച് അർജന്റീന കിരീടം നേടിയ നിമിഷം ഫുട്ബോൾ ആരാധകർ മറന്നു കാണില്ല. 36 വർഷത്തെ കിരീട വരൾച്ചയ്ക്ക് വിരാമം വിട്ടാണ് ലയണൽ മെസ്സിയും കൂട്ടരും അന്ന് കപ്പുയർത്തിയത്. ഇത്തവണയും ഫേവറിറ്റ്സുകളുടെ പട്ടികയിൽ മുന്നിൽ തന്നെ അർജന്റീനയുണ്ട്. ഒപ്പം കഴിഞ്ഞ ലോകകപ്പിലെ റണ്ണേഴ്സപ്പായ ഫ്രാൻസും. തുടർച്ചയായി 3ാമത്തെ ലോകകപ്പിനും യോഗ്യത നേടാനാവാതെ പോയ ഇറ്റലിയാണ് മുൻ ചാമ്പ്യന്മാരിൽ കാഴ്ചക്കാരായി മാറിയ വമ്പൻ ടീമുകളിലൊന്ന്. 2020 യൂറോ കപ്പ് നേടിയ ഇറ്റലിക്ക് 48 ടീമുകളിൽ ഒന്നാവാനാവാതെ പോയത് നിർഭാഗ്യകരം എന്നല്ലാതെ മറ്റെന്ത് പറയാൻ. നിലവിലെ ജേതാക്കളായ അർജന്റീന, റണ്ണേഴ്സപ്പായ ഫ്രാൻസ്, യൂറോ കപ്പ് ജേതാക്കളായ സ്പെയിൻ, മുൻ ജേതാക്കളായ ബ്രസീൽ, യൂറോപ്യൻ കരുത്തരായ ഇംഗ്ലണ്ട്, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ തുടങ്ങിയ ടീമുകളെല്ലാം ലോകകപ്പിലെ ഫേവറിറ്റ്സുകളാണ്. ജർമ്മനി, നെതർലൻഡ്സ്, മൊറോക്കോ തുടങ്ങിയ ടീമുകളും കരുത്തുകാട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അർജന്റീന ഫുട്ബോൾ ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ലോകകപ്പ് നേടി മെസ്സി സമ്പൂർണ്ണനായത് 2022 ഡീഗോ മറഡോണയുടെ കാലത്തിന് ശേഷം അർജന്റീന വീണ്ടും ലോക ജേതാക്കളായി. ഇത്തവണ ലോകകപ്പ് നിലനിർത്താനുള്ള അവസരമാണ് ടീമിന് മുന്നിലുള്ളത്. ലയണൽ സ്കലോണിയുടെ കീഴിൽ എമി മാർട്ടിനസും ഡീപോളും ഹൂലിയൻ അൽവാരസും മെക്കാലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും എല്ലാം അടങ്ങുന്ന നിര ഒരു വരവ് കൂടി വരുന്നുണ്ട്. ലയണൽ മെസ്സിയുടെ സാന്നിധ്യം ടീമിന് കരുത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട്. 2022 നടത്തിയതിന് സമാനമായ മുന്നേറ്റം നടത്താൻ ടീമിന് സാധിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഫ്രാൻസിനുള്ളത് ഒരു സുവർണ തലമുറയാണ്. നേരത്തെ കിരീടം ചൂടിച്ച ദിദിയർ ദഷാംസിന്റെ കീഴിൽ എംബാപ്പയുടെയും ഡെംബലയുടെയും കാൻഡയുടെയും മൈക്കൽ ഒലീസയുടെയും എല്ലാം കളിമികവിൽ അവർ വീണ്ടും ഒരു കിരീടം സ്വപ്നം കാണുന്നു. 2012 മുതൽ ഫ്രാൻസിനെ പരിശീലിപ്പിക്കുന്നത് മുൻ താരം കൂടിയായ ദഷാംസാണ്. 2018 ലോകകപ്പ് ജേതാക്കളായ ഫ്രാൻസ് കഴിഞ്ഞ തവണ റണ്ണേഴ്സപ്പാണ്. 1998 സിനദിൻ സിദാൻ തകർപ്പൻ പ്രകടനം നടത്തിയ ലോകകപ്പിലായിരുന്നു ഫ്രാൻസ് കന്നിക്കിരീടം നേടിയത്. യൂറോപ്യൻ ഫുട്ബോളിലെ വലിയ ശക്തിയായി ഫ്രാൻസ് ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്പെയിൻ യുവതാരം ലാമിൻ യമാലിൻ്റെ പ്രതിഭയ്ക്കൊപ്പം സന്തുലിതമായ ഒരു ടീമുണ്ടെന്നത് സ്പെയിന് കരുത്തു നൽകുന്നു. ആധികാരികമായി കളിച്ച് ഫൈനലിലെത്തി ഒടുവിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് അവർ 2024 യൂറോ കപ്പ് കിരീടം നേടിയിരുന്നത്. ഏത് സാഹചര്യത്തിനൊത്തും ഒത്തിണക്കത്തോടെ കളിക്കാനാവുന്ന യുവനിരയാണ് ടീമിൻ്റെ പ്രതീക്ഷ. ചില കളിക്കാരുടെ പരിക്ക് ലോകകപ്പിന് മുമ്പ് ടീമിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. നാട്ടുകാരനായ ലൂയിസ് ഡെല ഫുവന്തയുടെ കീഴിലാണ് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ വരുന്നത്. ബ്രസീൽ കാർലോ ആൻസലോട്ടിക്ക് കീഴിലിറങ്ങുന്ന ബ്രസീൽ തങ്ങളുടെ പ്രതാപകാലത്തേക്കുള്ള തിരിച്ചുവരവിനാണ് ലക്ഷ്യമിടുന്നത്. പരിക്ക് കാരണം വലഞ്ഞിരുന്ന നെയ്മർ അടക്കമുള്ള താരങ്ങളെ ഉൾപ്പെടുത്തിയാണ് 26 അംഗ ടീമിനെ ആൻസലോട്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിനീഷ്യസ് ജൂനിയർ, റഫീഞ്ഞ തുടങ്ങിയ താരങ്ങൾ തിളങ്ങിയാൽ
ബ്രസീൽ കുതിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. 2002 ജർമ്മനിയെ തോൽപ്പിച്ചാണ് ബ്രസീൽ അവസാനമായി ലോകകപ്പ് നേടിയത്. 1958 മുതൽ 2002 വരെയുള്ള കാലത്തിനിടയിൽ 5 കിരീടങ്ങൾ നേടിയിട്ടുള്ള ബ്രസീലിൻ്റെ 6ാം ലോകകപ്പ് കാത്തിരിപ്പ് ഇത്തവണ അവസാനിക്കുമോ? ഇംഗ്ലണ്ട്. യൂറോ റണ്ണേഴ്സപ്പായ ഇംഗ്ലണ്ട് തോമസ് ടുച്ചേൽ എന്ന ജർമ്മൻ പരിശീലകന് കീഴിലാണ് ഇറങ്ങുന്നത്. 1966 ലോകകപ്പ് നേടിയിട്ടുള്ള ടീം ഇത്തവണ അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ്. 2022 ക്വാർട്ടറിൽ ഫ്രാൻസിനോട് തോറ്റാണ് ഇംഗ്ലണ്ട് പുറത്താവുന്നത്. 2018 അവർ 4ാം സ്ഥാനക്കാരുമായിരുന്നു. ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗാം, ബുക്കായോ സാക്ക എന്നിവരുമായി ഇംഗ്ലണ്ട് 2 കൽപ്പിച്ചുള്ള പോരാട്ടത്തിനാണ് വരുന്നത്. പോർച്ചുഗൽ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാലത്ത് ഒരു ലോകകപ്പ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള പോർച്ചുഗലിൻ്റെ അവസാന അവസരമാണിത്. 41കാരനായ ക്രിസ്ത്യാനോ ഏതായാലും ഇനി മറ്റൊരു ലോകകപ്പ് കളിക്കില്ല. റോബർട്ടോ മാർട്ടിനസ് എന്ന സ്പാനിഷ് പരിശീലകന് കീഴിലാണ് പോർച്ചുഗൽ വരുന്നത്. 2018 ലോകകപ്പിൽ ബെൽജിയം 3ാം സ്ഥാനത്തെത്തിയപ്പോൾ അവരുടെ പരിശീലകനായിരുന്നു മാർട്ടിനസ്. ബ്രൂണോ ഫെർണാണ്ടസ്, ന്യൂനോ മെൻഡസ്, വിറ്റീഞ്ഞ, യുവതാരം ജാവോ നെവസ് തുടങ്ങിയ മികച്ച കളിക്കാർ പോർച്ചുഗൽ നിരയിലുണ്ട്. ജർമ്മനി. ബ്രസീൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് നേടിയിട്ടുള്ള ടീമാണ് ജർമ്മനി. അവസാനമായി കിരീടം നേടിയത് 2014 ബ്രസീലിൽ നടന്ന ലോകകപ്പിൽ അർജന്റീനയെ തോൽപ്പിച്ചാണ്. 2018 22 നിരാശപ്പെടുത്തിയ ടീമിന് കിരീടം നേടാനുള്ള കരുത്ത് ഇക്കുറിയുമുണ്ടോ എന്ന് നെറ്റി ചൊളിക്കുന്നവരുണ്ട്. ജൂലിയൻ നേഗൽസ്മാൻ എന്ന പരിശീലകന് കീഴിലാണ് ജർമ്മൻ ടീം വരുന്നത്. 2024 യൂറോ കപ്പിൽ ഗംഭീരമായി തുടങ്ങിയ ജർമ്മനി പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ ക്വാർട്ടറിൽ ചാമ്പ്യന്മാരായ സ്പെയിനോട് തോറ്റ് പുറത്താവുകയാണ് ചെയ്തത്. ജമാൽ മുസിയാല, ജോഷ്വ കിമ്മിച്ച് തുടങ്ങിയ താരങ്ങൾക്കൊപ്പം പരിചയസമ്പന്നനായ ഗോൾ കീപ്പർ മാനുവൽ ന്യൂയർ കൂടി അടങ്ങുന്ന മികച്ച നിരയാണ് ഇത്തവണ ജർമ്മനിക്കുള്ളത്. നെതർലാൻഡ്സ്. ആരാധകർക്ക് വലിയ പ്രതീക്ഷയുള്ള മറ്റൊരു ടീമാണ് നെതർലാൻഡ്സ്. 3 തവണ അവർ ലോകകപ്പ് ഫൈനലിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും കിരീടം നേടാൻ സാധിച്ചിട്ടില്ല. അവസാനമായി 2010 സ്പെയിനോടാണ് പരാജയപ്പെട്ടത്. 2022 കടുത്ത പോരാട്ടത്തിനൊടുവിൽ അർജന്റീനയോടാണ് ക്വാർട്ടറിൽ പരാജയപ്പെട്ടത്. വിർജിൽ വാൻഡിക്, ഡെൻസൽ ഡെംഫ്രിസ് തുടങ്ങിയ വമ്പൻ താരങ്ങൾ ഓറഞ്ച് കുപ്പായക്കാർക്കായി അണിനിരക്കും. ഡച്ചുകാരൻ തന്നെയായ റൊണാൾഡ് കോമാനാണ് ടീമിൻ്റെ പരിശീലകൻ. യോഹാൻ ക്രൈഫിനും റോബിൻ വാൻ പെർസിക്കും ആര്യൻ റോബിനുമൊന്നും സാധിക്കാത്തത് പുതിയ കാലത്തെ ഡച്ച് നിരയ്ക്ക് സാധിക്കുമോ? ആദ്യമായി ലോകകപ്പ് കളിക്കുന്ന 4 ടീമുകളാണ് ഇത്തവണയുള്ളത്. ലോക റാങ്കിങ്ങിൽ 50ാം സ്ഥാനത്തുള്ള ഏഷ്യൻ ടീമായ ഉസ്ബെക്കിസ്ഥാനാണ് അതിലൊന്ന്. ഇറ്റലിയുടെ ലോകകപ്പ് ക്യാപ്റ്റനായിരുന്ന ഫാബിയോ കന്നാവറോയാണ് ഉസ്ബെക്കിസ്ഥാൻ്റെ കോച്ച്. ഏഷ്യയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു പുതുമുഖ ടീം ജോർദാനാണ്. ലോക റാങ്കിങ്ങിൽ ടീം 65ാം സ്ഥാനത്താണുള്ളത്. കാമറൂണിനെ മറികടന്ന് ആദ്യമായി ലോകകപ്പിനെത്തുകയാണ് ആഫ്രിക്കൻ ടീമായ കേപ്പ് വെർദെ. ലോക റാങ്കിങ്ങിൽ അവർ 69ാം സ്ഥാനത്താണ്. കോൺകക്കാഫിൽ നിന്ന് യോഗ്യത നേടിയ കുറസാവോയാണ് 4ാമത്തെ ടീം. കരീബിയൻ ദ്വീപസമൂഹത്തിലെ ഈ രാജ്യത്തിൻ്റെ ജനസംഖ്യ വെറും 1.5 ലക്ഷമാണ്. ലോകകപ്പ് കളിക്കുന്ന ഏറ്റവും ചെറിയ 2ാമത്തെ രാജ്യമെന്ന റെക്കോർഡുമായാണ് കുറസാവോ വരുന്നത്. കഴിഞ്ഞ ലോകകപ്പിൽ ആതിഥേയരെന്ന നിലയിൽ ലോകകപ്പ് കളിച്ച ഖത്തർ ഇക്കുറി യോഗ്യതാ റൗണ്ട് കളിച്ച് എത്തുന്നുണ്ട്. ഫുട്ബോൾ അനിശ്ചിതത്വങ്ങളുടെ കളിക്കളമാണ്. അതിനാൽ മത്സരം ആര് ജയിക്കുമെന്നോ ലോക കിരീടം ആര് നേടുമെന്നോ ഒക്കെ മുൻകൂട്ടി പ്രവചിക്കുക അസാധ്യമാണ്. പ്രതിഭാശാലികളായ കളിക്കാരും അവരെ നയിക്കുന്ന പരിശീലകരും അപ്രതീക്ഷിത മുന്നേറ്റം നടത്തുന്ന കളിക്കാരും ടീമുകളുമെല്ലാം ലോകകപ്പ് വേദിയിൽ തങ്ങളുടെ മാറ്റുരയ്ക്കും. നല്ല കളി പുറത്തെടുക്കുകയും സമ്മർദ്ദങ്ങളെ അതിജീവിക്കുകയും ഒത്തിണക്കത്തോടെ മുന്നേറുകയും ചെയ്യുന്നവർ ജൂലൈ 20 ലോക കിരീടമുയർത്തും.